പ്രിയരെ, വചനം പറയുന്നു 400 വർഷം, ഒന്നല്ല രണ്ടല്ല, 400 വർഷം. ആമേൻ. യെശയ്യാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കഷ്ടതയുടെ ആമേൻ അപ്പവും കണ്ണുനീരിൻ്റെ വെള്ളവും കുടിച്ച ഒരു തലമുറ, ഒരു തലമുറ മുഴുവനും മിസ്രൈമിൻ്റെ അടിമത്തത്തിനകത്ത് ബന്ധിക്കപ്പെട്ടു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒന്നും രണ്ടുമല്ല, 400 വർഷം. ഈ ജനതയാരാ? ഒറ്റ വിളിയിൽ പിതാവിൻ്റെ ഭവനത്തെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും വിട്ടേച്ചിറങ്ങിയ അബ്രഹാമിൻ്റെ തലമുറ. ഒറ്റ വിളിയുടെ മുൻപിൽ ആമേൻ ആരെയും നോക്കാതെ ചാടി ഇറങ്ങിയ അബ്രഹാമിൻ്റെ തലമുറ. ഒന്നും രണ്ടുമല്ല, 400 വർഷം കഷ്ടതയുടെ ആമേൻ അപ്പവും കണ്ണുനീരിൻ്റെ വെള്ളമോ കുടിച്ച് ഒരായുസല്ല പ്രിയരെ. ചരിത്രകാരന്മാർ പറയുന്നു, വേദ പഠിതാക്കൾ പറയുന്നു, പുസ്തകത്തിനകത്ത് തെളിവുണ്ട്. പുസ്തകം പറയുന്നു 400 വർഷം, ഏകദേശം 4 തലമുറ. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നു 4 തലമുറകൾ മാത്രമല്ല, 4 തലമുറകൾ ഉണ്ട്, സത്യമാണ്. പക്ഷേ മിസ്രൈമിൻ്റെ മണ്ണിലുള്ളത് 10 തലമുറകൾ. 10 തലമുറകൾ എന്ന് പറഞ്ഞാൽ ഒരു തലമുറയുടെ ആയുഷ്കാലം 40 സംവത്സരം. മരിച്ചെന്നല്ല, ഒരു തലമുറ 40 എത്തുമ്പോൾ അടുത്ത തലമുറ രൂപപ്പെട്ടു വരും. അത് കാലത്തിൻ്റെ അല്ലെങ്കിൽ അത് ദൈവിക അനിവാര്യതയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തലമുറ 40 എന്ന് വെച്ചാൽ 10 തലമുറകൾ മിസ്രൈമിനകത്തുണ്ട്. എൻ്റെ ചോദ്യം, 10 തലമുറകൾ വന്നിട്ടും അവരുടെ കഷ്ടത മാറിയില്ല, അവരുടെ നിലവിളിക്ക് മറുപടി ഉണ്ടായില്ല, അവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ അവരൊരു ഉപദേഷ്ടാവിനെ കണ്ടില്ല. കേട്ടോ, 400 സംവത്സരത്തെ അടിമവാസത്തിനകത്ത് ഒത്തിരി പ്രാവശ്യം എൻ്റെ ഭാഷയിൽ പറയുകയാണ്, ബാബേൽ ഗോപുരം പണിയാൻ സകലമാന പേരും നിമ്രോദിന്റെ കൂടെ എഴുന്നേറ്റു വന്നതുപോലെ ഒരുപക്ഷെ പല നേതാക്കന്മാരും ആ ഇസ്രായേൽ ജനത്തിന്റെ അടിമത്തത്തിനകത്ത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ വേണമെന്നാഗ്രഹിച്ച് നവോദായക നായകന്മാർ അനേകർ ചമയാൻ അനേകർ എഴുന്നേറ്റ് വന്നേക്കാം. പക്ഷെ കേട്ടോ പ്രിയരെ, 10 തലമുറ വന്നിട്ടും അതിനകത്തൊരു നായകത്വം വലിക്കാൻ അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവായി നിന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ അടിമനുഖത്തെ പൊളിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? അതുപോലെ ആയിരിക്കും നിങ്ങൾ ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ പറയുന്നു, പാസ്റ്ററെ എൻ്റെ വിഷയം പാസ്റ്റർക്കറിയില്ല, വർഷങ്ങൾ പഴക്കമുള്ളതാണ്. എൻ്റെ വിഷയം പാസ്റ്റർക്കറിയില്ല, ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞത് തന്നെ ഈ ഒരു വിടുതലിന് വേണ്ടിയാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഞാൻ ആലയത്തിൽ പോയി തുടങ്ങിയത് തന്നെ ഈ വിഷയത്തിൻ്റെ പരിഹാരത്തിനകത്താണ്. പക്ഷെ ദൈവത്തെ അറിഞ്ഞു, പക്ഷെ ഇന്നും ആ വിഷയം വിടുവിക്കപ്പെട്ടിട്ടില്ല. കേട്ടോ, അബ്രഹാമിൻ്റെ സന്തതികൾ ഒന്നും രണ്ടുമല്ല 10ാമത്തെ തലമുറ വരെ അടിമത്തത്തിന്റെ ചങ്ങലക്കകത്ത് മിസ്രൈമി അടിമത്തത്തിനകത്ത് കിടക്കുമ്പോ ഇന്ന് പകൽ കേട്ടോണ്, 10ാമത്തെ തലമുറ എത്തിയപ്പോ ആ കൂടാരത്തിനകത്ത് ഒരു തലമുറ ജനിച്ചു. അവന്റെ പേരാണ് മോശ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാനൊരു ദൂത് പറയാം. നിങ്ങളുടെ വീട്ടിലെ അടിമനുഖത്തെ പൊളിക്കാൻ, യെശയ്യാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കഷ്ടതയുടെ അപ്പവും കണ്ണുനീരിൻ്റെ വെള്ളവും കുടിച്ച് ജീവിച്ച ജീവിതത്തെ തീർത്തിട്ട് നിന്റെ ജീവിതത്തെ സന്തോഷമാക്കാൻ നിന്റെ വീട്ടിൽ ജന്മം കൊണ്ടതാണ് നിന്റെ തലമുറകൾ. സ്തോത്രം പറഞ്ഞില്ല? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് തലമുറകൾ വാഗ്ദത്തങ്ങളാണ്. ആമേൻ. മക്കളൊക്കെ ദൂത് പിടിച്ചോണം, ധൈര്യത്തോടെ പറയണം.
ഇന്നെൻ്റെ അപ്പൻ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക്, എൻ്റെ അമ്മ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക്, രാവിലെ കൂലിപ്പണിയെടുത്തും തൊഴിലുറപ്പിനും പോയും എങ്ങനെയാണ് എന്നെ വിദ്യാഭ്യാസത്തിന് കൊണ്ടുപോയി വളർത്തുന്നതെന്നറിയില്ല. അവരനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് വിരാമമിടാൻ ദൈവം എന്നെ കണ്ടു. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? അർത്ഥാൽ 10 തലമുറയുടെ അടിമനുകം പൊളിക്ക കൂടാരത്തിനകത്ത് അതിസുന്ദരൻ വെളിപ്പെട്ടു വന്നു. അർത്ഥാൽ ഇന്ന് പകൽ കേട്ടോണ്, ഇസ്രായേൽ ജനത്തിന്റെ അടിമനുകം മുഴുവന് ആമേൻ അവർ 10 തലമുറ വരെ 400 വർഷം കഷ്ടതയോടെ കരഞ്ഞത്. പലപ്പോഴും പള്ളിയിൽ പോയി എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയുക, നിങ്ങൾ രാമേ നാളെ വന്നിട്ട് ചോദിക്കരുത് ഭാഷയെ പള്ളി എവിടെയൊന്നും കാണിച്ചു തരാൻ പറഞ്ഞു, എനിക്കറിയില്ല. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയാ, ആമേ കൂടാരത്തിനകത്ത് ഭവന പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോ തലമുറകൾ മാതാവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അമ്മ അപ്പ എന്നാ നമ്മുടെ കഷ്ടതയൊന്ന് തീരുന്നത്, എന്നാ എൻ്റെ കഷ്ടതയൊന്ന് തീരുന്നത്? വലിയപ്പച്ചന്മാർ ഇതേ കഷ്ടതയിലല്ലേ തീർന്നു പോയത്, അതുപോലെ ഞങ്ങളും തീർന്നു പോകൂ, അതേപോലെ ഞങ്ങളുടെ പാപിയുമായി തീരുമോ? ഇന്ന് പകൽക്കാലം കേട്ടോ, വലിയപ്പച്ചന്മാരെ ഒതുക്കിയതുപോലെ നിന്നെ ഒതുക്കാൻ കഴിയില്ല, തലമുറകളെ ഒതുക്കിയതുപോലെ നിന്നെ ഒതുക്കാൻ കഴിയില്ല. കാരണം നീ അഭിഷേകമുള്ള. മോശ വളരുകയാണ് കൊട്ടാരത്തിനകത്ത്. അവൻ മോശയുടെ അമ്മ അവനെ കാണുമ്പോഴെല്ലാം അവനോട് പറയുന്ന പദമുണ്ട്, മക്കളെ നിന്നെ എൻ്റെ ദൈവം കണ്ടവനാണ്, എൻ്റെ ദൈവം നിന്നെ കണ്ടവനാണ്. ഇന്ന് പകൽ മോശ ചോദിക്കും, അമ്മ നമ്മുടെ ഗോത്രത്തിനകത്ത്, നമ്മുടെ ഈ എബ്രായ തലമുറയ്ക്കകത്ത് ആയിരക്കണക്കിന് തലമുറകൾ ജനിച്ചില്ലേ, ആയിരക്കണക്കിന് മക്കളുണ്ടായില്ലേ, ആയിരക്കണക്കിന് തലമുറകൾ വളർന്നു വന്നിട്ട്, എന്നിട്ടും എന്തേ അമ്മേ എന്നെ മാത്രം ദൈവം കണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ മോശയുടെ അമ്മ മോശയോട് പറയും, മക്കളെ ആയിരക്കണക്കിന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ പ്രതീക്ഷയോടെ ഓരോരോ ഭവനത്തിനകത്തും ജനിച്ചു. പക്ഷേ ഫറവോ സകലത്തിനെ നൈലിലെറിഞ്ഞു തകർത്തു കളഞ്ഞു. പക്ഷേ അവന് തകർക്കാൻ കഴിയാത്ത ഒരേ ഒരു തലമുറ അത് നീയാണ്. നിന്റെ കുടുംബത്തിൽ ആഞ്ഞടിച്ച പ്രതികൂലം വന്നവർ, നിന്റെ തലമുറയ്ക്ക് വന്ന രോഗം വന്നവർ, നിന്റെ തലമുറയ്ക്കെതിരെ വന്ന പ്രതിസന്ധി വന്നവർ ഇന്ന് ഭൂപ്പരപ്പിലില്ലല്ലോ, ഇന്ന് ഭൂപ്പരപ്പിലില്ലല്ലോ. ഫറവോന്യ ശക്തികൾ മൈലിനകത്ത് ഒതുക്കിയില്ലേ, പക്ഷെ ഇന്ന് പകൽ നിന്റെ തലമുറ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അവൻ വാക്തത്വമുള്ളവനാ, അവൻ വ്യത്യസ്തനാ, അവൻ അഭിഷേകമുള്ള. കൊട്ടാരത്തിൽ കിടക്കുമ്പോഴും മോശയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ അവന്റെ ഹൃദയത്തെ തകർച്ചു. അമ്മ പറഞ്ഞു, ആയിരക്കണക്കിന് 10,000-കണക്കിന് തലമുറകൾ നൈലിൻ്റെ മത്സ്യങ്ങൾക്ക് ഇരയായിട്ടിരുന്നു. പക്ഷെ നൈലിൻ്റെ അകത്തളത്ത് നിന്ന് ഒരേ ഒരു തലമുറയെ അത് ഈ പുറത്തു വന്നിട്ടുള്ളൂ. അത് മോശയാണ്, അത് മോശയാണ്, അത് മോശയാണ്. ആ മോശയെ കൊട്ടാരത്തിൽ ദൈവം വളർത്തി. ഇന്ന് പകൽ ദൈവത്തിനും അറിയോ, മോശയുടെ അമ്മയ്ക്കും അറിയോ, മോശയുടെ മേലൊരു അഭിഷേകമുണ്ട്. ഇന്ന് പകൽ കരമുയർത്തി പറ, 10 തലമുറക്കില്ലാത്ത എന്തോ എൻ്റെ മേലുണ്ട്. പറ, പാരമ്പര്യത്തിനില്ലാത്ത എന്തോ എൻ്റെ മേലുണ്ട്. എന്നെ അവരെ തകർക്കപ്പോൾ തകർത്തതുപോലെ എന്നെ തകർക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. മോശ കൊട്ടാരത്തിനകത്ത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജകീയമായ ആഹാരം കഴിക്കുമ്പോൾ, രാജകീയ വസ്ത്രം ധരിക്കുമ്പോൾ, രാജകീയ രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ, മോശ യാത്ര ചെയ്ത് പോകുമ്പോൾ അപ്പുറത്തെ കൂടാരത്തിലേക്കൊന്ന് നോക്കും. അടിമകൾ തിങ്ങിപ്പാർക്കുന്ന, തൻ്റെ സ്വന്തം ജനം പാർക്കുന്ന എബ്രായ കൂടാരത്തിനകത്ത് മോശ നോക്കുമ്പോൾ യെശയ്യാവിൻ്റെ ഭാഷയിൽ പറഞ്ഞ കഷ്ടതയുടെ കയ്പുനീരും, കഷ്ടതയുടെ അപ്പവും കണ്ണുനീരിൻ്റെ വെള്ളവും കുടിച്ചൊരു തലമുറ ജീവിക്കുകയാണ്. മോശ ചോദിച്ചു കാണും, ദൈവമേ
ഒരായുസ് നീ എനിക്ക് തന്നു. ആയിരക്കണക്കിന് തലമുറ നൈലിനകത്ത് തകർന്നപ്പോ അവരിൽ വ്യത്യസ്തനായി നീ എനിക്ക് എന്നെ പുറത്തു കൊണ്ടുവന്നു, എന്നെ കൊട്ടാരത്തിനകത്ത് കൊണ്ടു നിർത്തി. പക്ഷെ എന്നിട്ടും ഈ എൻ്റെ ജനത്തിൻ്റെ കഷ്ടതയുടെ അപ്പവും കണ്ണുനീരിൻ്റെ വെള്ളവും തീർത്തു കൊടുക്കാൻ, അവരുടെ അവസ്ഥയ്ക്കൊരു മാറ്റം കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. വളർന്ന മക്കളുടെയും അധ്വാനിക്കുന്ന മാതാപിതാക്കളുടെ ആഗ്രഹവും ഹൃദയത്തിലെ ഭാരവും ഇതാ. ഒരായുസ് മുതൽ അധ്വാനിച്ചിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടത മാറ്റാൻ എനിക്ക് ശക്തിയില്ലല്ലോ. എൻ്റെ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെ കണ്ണുനീരൊന്ന് തുടയ്ക്കാൻ എനിക്ക് ശക്തിയില്ലല്ലോ. പക്ഷെ മോശേ കഷ്ടതയുടെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കുടിച്ച് നീ അതേകാലം ജീവിക്കേണ്ടി വരില്ല. കേട്ടോ, കൊട്ടാരത്തിൻ്റെ 40 വർഷത്തെ വാസം കഴിഞ്ഞ് മരുഭൂമിക്കകത്ത് 40 വർഷം മോശ കിടക്കുമ്പോൾ, സാക്ഷാൽ 80 വർഷം തികയുമ്പോൾ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ ഇറങ്ങി വന്നിട്ട് ഒരുവൻ ഇറങ്ങി വന്നിട്ട് പറയും, എൻ്റെ ഭാഷയിൽ പറയാ, മോശേ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. അവരോട് പോയി പറയണം, അവരുടെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. ഇന്ന് പകൽ ദൈവം എനിക്ക് തന്ന ദൂത ഞാൻ നിങ്ങളോട് പറയുക, നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കില്ല. നിന്റെ കഷ്ടതയുടെ കണ്ണുനീരിൻ്റെ അവസ്ഥകൾ അവൻ കണ്ടു. എന്നോട് ദൈവം പറയാൻ പറഞ്ഞു, നിന്റെ ഈ ശൂന്യതയുണ്ടല്ലോ, അത് കണ്ടിട്ട് അവൻ മറഞ്ഞിരിക്കില്ല. ഹലോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോശ മിസ്രൈമിലേക്ക് തിരികെ പോയി. മോശ തിരികെ പോയിട്ട് മോശയുടെ വടികൾ അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? തീർന്നില്ല. വചനം പറയുന്നു, മോശേ നീ ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടണം, എന്നിട്ട് നീ അവരോട് പറയണം, ആമേ കഷ്ടതയുടെ അപ്പവും കണ്ണുനീരിൻ്റെ കാലവും കഴിഞ്ഞു. ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയല്ല. യോബ് പറയുന്നു, ആമേൻ, എൻ്റെ ഉപദേഷ്ടാവ് എനിക്ക് വേണ്ടി എഴുന്നേക്കും, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും. ഹലോ, എൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. കേട്ടോ, മിസ്രൈമിന്റെ മണ്ണിൽ ആമേ സാക്ഷാൽ ഉപദേഷ്ടാവായവൻ മോശയോട് പറഞ്ഞു, നീ പോയി ജനത്തോട് പറയടാ. മോശ പോയി പറഞ്ഞു, നമ്മുടെ കഷ്ടതയുടെ കാലം കഴിയാൻ സമയമായി, നമ്മുടെ കണ്ണുനീരവൻ തുടയ്ക്കാൻ പോകുന്നു. ആബീബ് മാസം 14-ാം തീയതി സാക്ഷാലുടയവൻ പ്രസംഗഭാഷയിൽ പറഞ്ഞ ഉപദേഷ്ടാവ് മിസ്രൈമിലേക്ക് എഴുന്നള്ളി വരുന്നു. ഹലോ, 400 വർഷം കേൾക്കാത്തൊരു ശബ്ദം, 400 വർഷം കൊതിച്ച ശബ്ദം. പ്രിയരെ, ഇത് കൊതിച്ച് ദൈവത്തിൻ്റെ വരവ് നോക്കി നിന്ന ഒത്തിരി ഭക്തന്മാർ മണ്ണിനകത്തായി. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? എൻ്റെ കഷ്ടതകൾ തീർക്കാം എൻ്റെ ദൈവം വരുമെന്ന് കാത്തിരുന്ന ഒത്തിരി മിസ്രൈമിന്റെ മണ്ണിൽ ഒത്തിരി പിതാക്കന്മാരുടെ ശവങ്ങൾ മിസ്രൈമിന്റെ ഏതോ കുടിക്കകത്ത് വെട്ടിത്താക്കി. പക്ഷെ 10ാമത്തെ തലമുറയ്ക്കകത്ത് എൻ്റെ ദൈവം ഇറങ്ങി വന്നു. ഇന്നു പകൽ നിന്നോടാ ദൂത്, ഇന്നു പകൽ നിന്റെ കഷ്ടതയ്ക്കകത്ത് നീ മരിച്ചു കഴിഞ്ഞിട്ടല്ല, നിന്റെ കുഞ്ഞിന് വേണ്ടിയല്ല, നീ ജീവനോടിരിക്കുമ്പോ അവൻ എഴുന്നേറ്റ് വരും. കേട്ടോ, പിറ്റേ ദിവസം എൻ്റെ പ്രസംഗഭാഷ സമയമില്ല, പ്രസംഗഭാഷയിൽ പറയാം. ആമേ, മിസ്രൈമിൻ്റെ കൂടാരം മുഴുവനും പെയിൻ്റ് അടി കിടക്കുക. ഹലോ, മിസ്രൈമിൻ്റെ കൂടാരം മുഴുവനും
തകർത്ത് പെയിന്റ് അടിയാ. അഹരോന്റെ വീടടിക്കുന്നുണ്ട്, മോശയുടെ വീടടിക്കുന്നുണ്ട്, ഹൂരിന്റെ വീടടിക്കുന്നുണ്ട്, തകർത്ത് പെയിന്റ് അടിയാ. യോശുവയൊക്കെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ രക്തമൊക്കെ കൊണ്ടോടുക. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? പ്രത്യേകത എന്താ? അവൻ ഉപദേഷ്ടാവ് വരിക. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഉപദേഷ്ടാവ് വരിക. അബ്രഹാമിനെ വിളിച്ചിറക്കിയ ഉപദേഷ്ടാവ്, ഇസഹാക്കിനെ മരുഭൂമിയിലോ 100 മേനി കൊടുത്ത ഉപദേഷ്ടാവ്, യാക്കോബിനെ ഒരു വടിയെ 2 സൈന്യമാക്കിയ ഉപദേഷ്ടാവ്. യോസേഫിനെ കൊട്ടാരത്തിലിരുത്തി ഉപദേഷ്ടാവ് വരികയാ, വരികയാ. അവൻ ആമേ എഴുന്നള്ളി വരികയാണ്. ആമേ നോക്കിയേ, അവൻ്റെ കൂടാരത്തിനകത്ത് പെയിന്റ് അടിക്കുക. കട്ടളമേലും കുറുമ്പടിമേലും ആമേ 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞാടിൻ്റെ ചുടുരക്തത്തെ അറുത്തെടുത്തിട്ട് ഈ രക്തത്തെ കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടുക. ആമേ കേട്ടോണേ, മിസ്രൈമിലെ ചാക്കോച്ചായം കണ്ടപ്പം ചോദിച്ചു, എന്നാടാ അഹരോനെ വീട്ടിൽ പെയിന്റ് അടിയൊക്കെ തുടങ്ങിയല്ലോ, വല്ല വിശേഷം വല്ലതും ഉണ്ടോ? ഹലോ എടാ യോശുവേ, ഇന്നലെ വരെ ഇല്ലാത്ത പെയിന്റ് അടി എന്ത് പറ്റി? അടിമത്തത്തിനകത്ത് കിടന്നിട്ടും ആമേ ആമേ നികളത്തിനൊരു മാറ്റം. ആമേ, അവളുടെ പത്രാസ് കണ്ടോ? അവന്റെ പത്രാസ് കണ്ടോ? അടിമത്തത്തിൽ കിടന്നിട്ട് ഒരു മാറ്റവും. അഹരോൻ പറഞ്ഞു, അറിഞ്ഞോ ഞങ്ങളുടെ ഉപദേഷ്ടാവ് വരിക, ഞങ്ങളുടെ ഉപദേഷ്ടാവ് വരിക. ഞങ്ങളുടെ ഞെരുക്കത്തിന്റെ കാലം കഴിഞ്ഞു, കഷ്ടതയുടെ അപ്പം തിന്ന സീസൺ കഴിഞ്ഞു, കണ്ണുനീരിന്റെ വെള്ളം കുടിച്ച കാലം കഴിഞ്ഞു. എന്റെ ഉപദേഷ്ടാവ് വരിക. അവർ പരിഹസിച്ച് കാണും, യോശുവേ നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ വലിയ പച്ചന്മാർക്ക് പോലും ഇതിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹലോ, ഈ വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോഴും അവനും പറയുമായിരുന്നു, മാറാനാഥ. ഹലോ, അവർ ലോർഡ് ഈസ് കമ്മിങ്. എൻ്റെ ദൈവം വരുന്നു, എൻ്റെ ഉപദേഷ്ടാവ് വരുന്നു. പക്ഷെ അവരെ ആരെയും രക്ഷിക്ക ഉപദേഷ്ടാവിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചവരെല്ലാം 6 അടി മണ്ണിനകത്ത് ഇതേ മിസ്രൈമിനകത്ത് ഒതുങ്ങി. അതുപോലെ അഹരോനെ, യോശുവേ നീയും ഒതുങ്ങടാ, നീയും ഒതുങ്ങുമടാ, നിന്റെ ഉപദേഷ്ടാവ് വരില്ല. യോശുവ പറഞ്ഞു ഇല്ലില്ല, മോശ പറഞ്ഞു ഇല്ലില്ല, ഞങ്ങളുടെ ഉപദേഷ്ടാവ് വരും. ഇന്ന് പകൽ ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ഈ പുസ്തകം എടുത്തിറങ്ങി അനേകർ തകർന്നു കാണും. ഓടി തുകച്ച ആമെ തുടങ്ങിയ പലർക്കും ഓട്ടം തികയ്ക്കാൻ കഴിയാത്തവർ കണ്ടേക്കാം. നക്ഷത്രങ്ങളെപ്പോലെ മിന്നിയ അനേക ദൈവദാസന്മാർ പട്ടുപോയി കാണാം. ഓ, കരിവേപ്പല എടുത്തു കളഞ്ഞതുപോലെ ആത്മീക ഗോളത്തിൽ നിന്ന് സാത്താൻ എടുത്തു കളഞ്ഞു കാണും. പക്ഷെ നീ പറ, ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ വ്യത്യസ്തനാണ്, എന്റെ കുടുംബം വ്യത്യസ്തനാണ്. അവരുടെ മേലുള്ളതുപോലെ എല്ലാ അഭിഷേകം എന്റെ മേലുള്ള എന്റെ ഉപദേശം. കേട്ടോ കേട്ടോ, പരിഹസിച്ചവർ, കഷ്ടത കാണുമെന്ന് പറഞ്ഞവർ നോക്കി നിൽക്കേ. അർദ്ധരാത്രി മുഴുവനും പ്രസംഗിക്കാൻ സമയമില്ല, നിന്ന് പ്രസംഗിക്കണം. ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ ഒരു സൈറൻ, ഒരു സൈറൻ, ഒരു സൈറൻ, ഒരു കാഹളം. മോശ, എന്റെ ഭാഷയിൽ പറയാം, മോശ ഒരു കാഹളം ഉച്ചത്തിൽ ഉയർത്തി. ആമേൻ. മോശ ഉയർത്തിയപ്പോ അഹരോൻ വിളിച്ചു കാണോ, ഇസ്രായേൽ, get ready, this is your time. ഇസ്രായേൽ ജനമേ, എഴുന്നേൽക്ക, ഒരുങ്ങ, നിന്റെ സമയം അടുത്തു. മോശയുടെ കാഹളം കേട്ടപ്പോ, കേട്ടോ, സാക്ഷാ ദൈവ കുഞ്ഞാണ്. ഉപദേഷ്ടാവായി
ഇസ്രായേൽ പാളയത്തിനകത്ത് എഴുന്നള്ളി വന്നു. കേട്ടോ, മിസ്രയീമിന്റെ പാളയത്തിനകത്ത് കാലുവച്ചപ്പോ കുടിലിലെ ആദ്യജാതൻ മുതൽ കൊട്ടാരത്തിലെ ആദ്യജാതൻ വരെ ഒറ്റ രാത്രി ചത്തു വീണു. അർത്ഥാൽ നിന്റെ ദൈവം എഴുന്നേറ്റാൽ, നിന്റെ ഉപദേഷ്ടാവ് എഴുന്നേറ്റ, നിന്നെ ആരൊക്കെ ഒതുക്കാൻ ശ്രമിച്ചോ അവരുടെ തലമുറക്കകത്ത് ന്യായവിധി വിധിച്ചിട്ട് നിന്നെ പുറത്തിറക്കും. കാഹളം ഉയർന്നു. മോശ എഴുന്നേൽക്കാൻ പറഞ്ഞു, ഒരുങ്ങാൻ പറഞ്ഞു. ഇസ്രായേൽ ചെരുപ്പിട്ടു, പൊക്കണമെടുത്തു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സഞ്ചിയെടുത്തു. അവർ യാത്ര തിരിച്ചു. എവിടേക്ക്? വാഗ്ദത്തത്തിന്റെ കനാലിലേക്ക്. 400 വർഷം 10 തലമുറകളെ അടിമയാക്കിയതിനെ ആര് കൈകാര്യം ചെയ്തു? മോശ കൈകാര്യം ചെയ്തോ? ഇല്ലില്ല. അവർ സന്തോഷത്തോടെ ജയത്തിന്റെ പാട്ട് പാടിപ്പോയപ്പോ ദൈവം പിറകിലിട്ട് അവരെ കൈകാര്യം ചെയ്തു. ഇന്ന് പകൽ ഉപദേഷ്ടാവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ നിന്റെ ചരിത്രം മാറും. നിന്റെ ചരിത്രം മാറും. ഹേ പാസ്റ്ററേ, നിങ്ങൾ കുറെ പ്രസംഗിച്ചല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ മരിച്ചാൽ മതി. മരിച്ചോ? ഒരു വിഷയവുമില്ല. ഹലോ, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. ജീവിച്ചോ? ഒരു വിഷയമില്ല. ഇതിനകത്തൊരു കുടുംബം, ഒരു തലമുറ ഈ തൂത് പിടിച്ചാൽ ഭാരതത്തിൽ പാരമ്പര്യമായി ബന്ധിക്കപ്പെട്ടു നിൽക്കുന്ന, പാരമ്പര്യമായി ബന്ധിച്ച് അടിമയാക്കി വെച്ചിരിക്കുന്ന ഭാരതത്തിന്റെ മണ്ണിലെ ഉണർവിലേക്ക് കൊണ്ടുവരാ ഒരു മോശയ്ക്ക് കഴിയും. നിന്റെ ജീവിതം എത്ര കഠിന ക്ഷാമത്തിനകത്താണേലും വേദനയ്ക്കകത്താണെങ്കിലും ഇന്ന് ഈ ഒറ്റ ഒരു ദൂത് പിടിക്കാവോ? എൻ്റെ ദൈവം എഴുന്നേൽക്കും. എനിക്കൊരു പുറപ്പാടുണ്ട്, എനിക്കൊരു യാത്രയുണ്ട്. ഞാൻ യാത്ര തുടങ്ങുമ്പോൾ, ഈ അടിമ വീട് വിട്ട് ഞാൻ യാത്ര തിരിക്കുമ്പോൾ, എൻ്റെ കഷ്ടത മാറുമ്പോൾ എൻ്റെ ദൈവം വന്നു എന്നർത്ഥം. ഞാൻ എഴുന്നേൽക്കും, ഞാൻ നടക്കും. അർഹതയില്ലാത്ത പാപി എൻ്റെ തലമുറയ്ക്ക് ദൈവം കൊടുക്കുന്നത് ഞാൻ കാണും. അർഹതയില്ലാത്ത വീട്ടിൽ പാർക്കുന്നത് ഞാൻ കാണും. അർഹതയില്ലാത്ത ആരോഗ്യം എന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നത് ഞാൻ കാണും. അമ്മ പക്ഷേ എന്റെ തലയെ തകർക്കാൻ ശ്രമിച്ചവരുടെ പാളയത്തിനകത്ത് ദൈവം ഇറങ്ങും.